ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MTRലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്തവണ അടിപൊളി ഒരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ആണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ സവോള 2 കിലോ ചിക്കന് 3/4 കിലോ സവോള എന്ന നിരക്കിലാണ് ഞാൻ എടുക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, തക്കാളി, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ വേർതിരിവൊന്നുമില്ല, 1 ഗ്ലാസ് പാൽ. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ 2 കിലോ ഇപ്പോൾ ചെറിയ പീസായിട്ട് നുറുക്കി നല്ലപോലെ മസാലകളെല്ലാം പുരട്ടി 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതിൽ ചേർക്കുന്ന മസാലകൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാലപ്പൊടി ഇവയെല്ലാം കൂട്ടി യോജിപ്പിച്ച് വിനാഗിരി ചേർത്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. വിനാഗിരി ഇല്ല എങ്കിൽ നാരങ്ങാനീര് ചേർക്കാവുന്നതാണ്. ചിക്കൻ ഒരു നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ എടുക്കുക. ഓയിൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നല്ലൊരു ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ വറുത്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒരു ഗ്രേവി ഇതിന് തയ്യാറാക്കണം. അതിനായിട്ട് ഈ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഫ്രഷ് ആയിട്ട് ഓയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഗ്രേവി നല്ല പോലെ ഒന്ന് ഗ്രേവി തയ്യാറാക്കുന്നതിന് സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവോള ചേർത്തതിന് ശേഷം അപ്പോൾ 2 കിലോ ചിക്കന് 3/4 കിലോ സവോള എങ്കിലും വേണം. അത് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടൈറ്റായിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ കല്യാണ സദ്യയിലൊക്കെ കാണുന്ന ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ പെരള അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വിളിക്കാം. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്രയും സവാള ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് വഴറ്റി ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിന് എരിവുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് മുളക് പൊടി അധികം ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ നല്ലപോലെ അരിച്ചെടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയുന്നില്ല, കാരണം നിങ്ങൾക്കിടെ എരിവനുസരിച്ച് ഈ ഒരു മസാലകളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം പൊടികൾ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ നല്ലപോലെ ഓഫ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഞാനിവിടെ ഒരു 2 വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മല്ലിയില ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. മല്ലിയില ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഞാനിവിടെ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. ഒരു 5 മിനിറ്റോളം നല്ലപോലെ വഴറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഗ്രേവി ഇതിനകത്തേക്ക് മിക്സ് ആവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് പാൽ മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങ മിക്സിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ് ഈ ഒരു പാൽ. അപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി
ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ കല്യാണ സദ്യയിലെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പതിവായിട്ട് വീട്ടിൽ ചെയ്ത് നോക്കാറുള്ള ഒരു റെസിപ്പിയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ക്രിസ്മസിന് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്തവണ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഈ ചിക്കൻ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും കിടിലമായിട്ടുള്ള വീഡിയോകളുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.